സുഖമാണല്ലോ എല്ലാവർക്കും അല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ ഡയമെൻഷനിങ് പ്രാക്ടീസസിന് വീണ്ടും കണ്ടിന്യൂസ് ചെയ്യണം. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു കുറച്ച് കോമൺ റൂൾസ് പറഞ്ഞിരുന്നു. അതിൻ്റെ കണ്ടിന്യൂഷനാണ് ഇന്ന് വീണ്ടും നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ നോട്ടൊക്കെ എഴുതിയെടുത്തെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് വീണ്ടും നമുക്ക് നോക്കാം. അപ്പോൾ ഒരു ആംഗിൾ വരുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഡയമെൻഷൻ ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ഒരു ആംഗിൾ കാണിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ആംഗിൾ കാണിച്ചിട്ടുണ്ട് അല്ലേ? ഈ ഒരു ആംഗിളിലാണ് നമുക്ക് ഡയമെൻഷൻ, ഇത് എത്ര ഡിഗ്രി ആണെന്നുള്ളത് നമ്മൾ ഡയമെൻഷൻ ചെയ്യണം വിചാരിച്ചു. സപ്പോസ് ഞാൻ പറഞ്ഞു 1 mm ഗ്യാപ്പുകളിൽ വിട്ടു, രണ്ട് സൈഡിലേക്ക് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തു, എക്സ്റ്റൻഷൻ ലൈൻ വരച്ചു. ഇനി നമ്മൾ ഇതിനൊരു ആർക്ക് വരച്ചിട്ടാണ്, ഇങ്ങനെ ഈ രീതിയിലാണ് ഈ ആർക്ക് വരച്ചിട്ടാണ് നമ്മളത് ഡയമെൻഷൻ എക്സ്പ്രസ് ചെയ്യുക. ഈ ആർക്ക് വരയ്ക്കുമ്പോൾ ഈ ആർക്കിന്റെ സെന്റർ എപ്പോഴും എവിടെയായിരിക്കണം? ഈ ആംഗിളിന്റെ പോയിന്റിലെ സെന്റർ പോയിന്റിലായിരിക്കണം. അതായത് ഈ ആംഗിളിന്റെ ഇന്റർസെക്ഷൻ പോയിന്റിലായിരിക്കണം. ഈ രണ്ട് ലൈനുകളുടെ ഇന്റർസെക്ഷൻ പോയിന്റ് ഇവിടെ നിന്നായിരിക്കണം ഇതിന്റെ ആർക്ക് വരയ്ക്കേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? അത് എന്താണ് പറഞ്ഞതെന്നുള്ളത് അടുത്തതിന് മിസ്റ്റേക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പൊ ഇവിടെയാണെങ്കിൽ ഇതിന്റെ സെന്ററിൽ നിന്നായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? ആർക്ക് വരയ്ക്കേണ്ടത്. നമുക്ക് ഈ കാണിച്ചിരിക്കുന്ന ഈ പോയിന്റിൽ നിന്ന്, ഈ സെന്റർ പോയിന്റിൽ നിന്നായിരിക്കണം നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ആർക്ക് വരയ്ക്കേണ്ടത്. ക്ലിയർ ആയോ? ഓക്കെ. അപ്പോൾ ഈ പോയിന്റിൽ നിന്നാണ് ഇതിന്റെ ഈ ആർക്ക് നമ്മൾ വരച്ചത്. ഇനി കോമൺ മിസ്റ്റേക്ക് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ ഈ ഒരു ഏതാണ്ടെങ്കിൽ ഈ പോയിന്റിൽ നിന്നായിരിക്കണം, ഏത് പോയിന്റാണോ നമ്മൾ ഇതാക്കുന്നത് ആ പോയിന്റിൽ നിന്നായിരിക്കണം അതിന്റെ ആർക്ക് വരയ്ക്കേണ്ടത്. ഇനി കോമൺ ആയിട്ടുള്ള മിസ്റ്റേക്ക് എങ്ങനെയാ നമുക്ക് നോക്കാം. സാധാരണ ആൾക്കാർ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഇപ്പോൾ ഈ ഒരു ആർക്ക് ഇതാക്കണം, നമ്മൾ എക്സ്റ്റൻഷൻ ലൈൻ ഒക്കെ വരച്ചു, എക്സ്റ്റൻഷൻ ലൈൻ വരച്ചു. അതിനുശേഷം ഇവിടുത്തെ റേഡിയസ് കണ്ടോ? നിങ്ങൾ മനസ്സിലായോ എന്താന്നുള്ളത്? അതായത് ഇവിടെ കുത്തിയിട്ടല്ല നമ്മൾ ഈ ആർക്ക് വരച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും വ്യത്യാസം? ഈ ആംഗിൾ നമ്മൾ വരച്ച സമയം ആംഗിൾ വരച്ചു, ഇതിന് ഈ റേഡിയസ് വരച്ച്, അതായത് ഇതിന്റെ എക്സ്റ്റൻഷൻ ലൈൻ വരച്ച്, ഇതിന്റെ ആർക്ക് വരച്ച്, ഇതിന്റെ ഡിഗ്രി എത്രയാണെന്ന് അടയാളപ്പെടുത്തിയത് ഈ ആർക്ക് വരച്ചിരിക്കുന്നത് ഈ പോയിന്റിൽ കുത്തിയിട്ടല്ല. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് ഈ ആർക്ക് കുറച്ച് കൂടുതൽ വളഞ്ഞിരിക്കുന്നതായിട്ട് ഫീൽ ചെയ്യുന്നില്ലേ? അപ്പൊ അങ്ങനെ ചെയ്യരുത്. എങ്ങനെ ചെയ്യാൻ പാടുള്ളൂ? ഈ പോയിന്റിൽ കുത്തിയിട്ട് വേണം അതിനകത്ത് ഒരു ആർക്ക് വരയ്ക്കാൻ. അതായത് ഇതിന്റെ റേഡിയസ് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നായിരിക്കണം? ഈ പോയിന്റിൽ നിന്നായിരിക്കണം. ആംഗിളിന്റെ ആ പോയിന്റിൽ നിന്ന്, ഈ പോയിന്റിൽ നിന്നായിരിക്കണം ഇതിന്റെ റേഡിയസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ ഇത് ഈ രീതിയിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഇനി ഒരു ആർക്കിന്റെ നമ്മൾ ഈ ഒരു ആർക്ക് നമ്മൾ കൺസിഡർ ചെയ്യാൻ. അപ്പൊ ഈ ആർക്കിന് ഒരു സെൻട്രൽ ലൈൻ ഉണ്ടാവുമല്ലോ. അതായത് ഇതിന്റെ ഒരു സെൻട്രൽ ലൈൻ തൊട്ടിട്ടാണ് ഇതിന്റെ റേഡിയസ് തുടങ്ങുന്നത്. നമ്മളിപ്പോൾ കോമ്പസ് എടുത്ത് വരയ്ക്കുകയാണെങ്കിൽ ഈ കോമ്പസ് ഈ ഒരു പോയിന്റിൽ കുത്തിയിട്ടാണുള്ളത് വരയ്ക്കുക. അപ്പൊ ആ പോയിന്റ് തൊട്ടിട്ടാണ്, എവിടെയാണോ കുത്തി ആ പോയിന്റ് തൊട്ടിട്ടാണ് നമ്മൾ ഒരു ലൈൻ വരച്ച് ആരോ ഹെഡ് വെച്ചിട്ട് അവിടെ നമ്മൾ അതിന്റെ റേഡിയസ് എഴുതുക. ആർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിന്റെ റേഡിയസ് 200 എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. റേഡിയസിന് മുന്നേ, അതായത് ഒരു ഫിഗറിന് മുന്നേ നമ്മൾ ആർ എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ, ക്യാപിറ്റൽ ലെറ്റർ ആർ എഴുതിയതിന്റെ അർത്ഥം അതിന്റെ റേഡിയസ് ആണ്, ആ ഭാഗത്തെ റേഡിയസ് ആണ് കൊടുത്തിരിക്കുന്നത് എന്നാണ്. ഓക്കെ. ഇനി ഇതല്ലെങ്കിൽ വേറൊരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറഞ്ഞ രീതിയിൽ ഇപ്പൊ സെൻട്രൽ ലൈനിൽ നിന്ന് കൊടുക്കാതെ ഇതിന്റെ അല്ലാതെ രീതിയിൽ വെറുതെ ഒരു ആർക്ക് ഒരു ഇത് വരച്ചിട്ട് നമുക്ക് 200 എന്നുള്ള എഴുതി വെക്കാം. R200 എന്ന് പറഞ്ഞ രീതിയിലും എഴുതി വെക്കാം. ഓക്കെ. ഇപ്പൊ നമുക്ക് ഈ ഒരു ഡയമെൻഷൻ ചെയ്യുമ്പോൾ ഇതിന്റെ ഉള്ളിൽ സഫിഷ്യന്റ് ആയിട്ട് സ്പേസ് ഉണ്ടെന്ന് വിചാരിക്കുക. അതായത് ഇവിടെ എഴുതാനുള്ള സ്പേസ് ഉണ്ട്, എഴുതാനും ആരോ ഹെഡ് വരയ്ക്കാനുള്ള സ്പേസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ ഉള്ളിൽ തന്നെ നമ്മൾ വരച്ചു വെക്കണം. അതായത് ഇത് വരച്ച് ഇതിന്റെ തമ്മിലുള്ള ഗ്യാപ്പ് 1 mm ആണെന്ന് ഞാൻ പറഞ്ഞു. ആർ എന്നുള്ള വരച്ചിട്ട് 200 ആർ എന്ന് വെച്ചാൽ അതിന്റെ R200 എന്ന് വെച്ചാൽ ഇവിടുന്ന് ഇവിടം വരെയുള്ള റേഡിയസ് 200 ആണെന്നുള്ളതാണ്. ഇനി സഫിഷ്യന്റ് ആരോ ഹെഡിന് മാത്രമേ ഇവിടെ സ്പേസ് ഉള്ളൂ. ഇവിടെ നമുക്ക് സ്പേസ് ഉള്ളൂ, എഴുതാനുള്ള സ്പേസ് ഇല്ല. എങ്ങനെയെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് ഇവിടുന്ന് ഒരു ലീഡർ ലൈൻ വരച്ചിട്ട് നമുക്ക് ആ ലീഡർ ലൈനിന്റെ മുകളിൽ ഇവിടെ എന്ത് ചെയ്യാം? ആർ എത്രയാന്നുള്ളത് എഴുതി വെക്കാം. ഇപ്പൊ ഇവിടെ നമുക്ക് എഴുതാൻ സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഈ രീതിയിൽ ഇതിന്റെ, അപ്പൊ എവിടെ തൊട്ട് ഏതാണ് റേഡിയസ്? ഇതാണ് റേഡിയസ്. അവിടെ ആരോ ഹെഡ് വെച്ചു, പുറത്തേക്ക് എക്സ്റ്റൻഷൻ ലൈൻ വരച്ച്, ലീഡർ ലൈൻ വരച്ചിട്ട് ഹൊറിസോണ്ടലായി വരച്ചു. അവിടെ നമ്മൾ എന്ത് ചെയ്തു? ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ അതിന്റെ അളവ് എഴുതി വെച്ചു. ഇനി ഇവിടെ നമ്മൾ എഴുതുമ്പോൾ എന്താണ്? ഇവിടെയാണ് അതിന്റെ സെന്റർ പോയിന്റ് എഴുതുന്നത്. സെന്റർ പോയിന്റ്, അതായത് ഈ റേഡിയസിന്റെ, ഈ ആർക്കിന്റെ റേഡിയസ്, അതിന്റെ സെന്റർ പോയിന്റ് വരുന്നത് ഇവിടെയാണ്, പുറത്താണ്. അപ്പൊ അവിടുന്ന് ഇങ്ങോട്ട് ആരോ മാർക്ക് വെച്ചു. ക്ലിയർ ആവുന്നുണ്ട്? എവിടെയാണോ സെന്റർ പോയിന്റ് അവിടുന്ന് ആ ആർക്കിലേക്കാണ് ആരോ മാർക്ക് ചെയ്യേണ്ടത്. ഇനി അവിടെ നമുക്ക് ലീഡർ ലൈൻ വരച്ചിട്ട് എന്ത് ചെയ്തു? അതിന്റെ അളവ് എഴുതി വെച്ചു. ഇനി രണ്ടിനും സ്പേസ് ഇല്ലാന്ന് വിചാരിക്കും. അതായത് എഴുതാനും സ്പേസ് ഇല്ല, ഈ ഡയമെൻഷൻ ചെയ്യാൻ, അതായത് ആരോ ഹെഡ് വരയ്ക്കാനും സ്പേസ് ഇല്ലാത്തൊരു കേസാണെങ്കിൽ എന്ത് ചെയ്യും?
നമ്മൾ ഇതേപോലെ ഈ രീതിയിൽ നമുക്ക് എഴുതി വെക്കാം. അതായത് ഇതിന്റെ റേഡിയസ് എന്ന് പറയുന്നത് എത്രയാണ്? R6.5 ആണെന്നുള്ള റേഡിയസ്. അപ്പൊ ആ റേഡിയസ് എവിടുന്നായിരിക്കും? ഇതായിരിക്കും സെന്റർ പോയിന്റ്. എവിടുന്നാണോ അതിന്റെ കർവ് കാണുന്നത് അവിടുന്ന് അതിന്റെ റേഡിയസ് എന്നുള്ള ലെവലിലാണ് എഴുതി വെക്കുന്നത്. അവിടെ അത് എങ്ങനെ എഴുതി വെക്കുക? രണ്ട് സൈഡിലും രണ്ടും വരയ്ക്കാനും എഴുതാനും സ്പേസ് ഇല്ലാത്തൊരു സ്ഥലത്ത്, ഇപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു ആരോ ഹെഡ് വരയ്ക്കാനും സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് എന്ത് ചെയ്ത് പുറത്തുനിന്ന് വരച്ചത് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇതൊരു ഡ്രോയിങ് ഷീറ്റ് ആണെന്ന് വെക്കും. ഇതാണ് നിങ്ങളുടെ ഫിഗർ. അപ്പൊ ഈ ഫിഗറിന് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇതിന്റെ റേഡിയസ് എന്ന് വെച്ചാൽ കുറച്ച് വലിയ റേഡിയസ് ആണ്. ഈ വരച്ചിരിക്കുന്ന കർവിന് കുറച്ച് വലിയ റേഡിയസ് ആണ് വിചാരിച്ചു. അപ്പൊ ഈ വലിയ റേഡിയസ് വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? ഇത് ഷീറ്റിന്റെ പുറത്താണ് ഇതിന്റെ സെന്റർ പോയിന്റ് കിടക്കുന്നത്. ഈ റേഡിയസിന്റെ സെന്റർ പോയിന്റ് കിടക്കുന്നത് ഷീറ്റിന് പുറത്താണ്. അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ആ പോയിന്റിൽ നിന്ന് ഇവിടെ വരെയുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് വരയ്ക്കാൻ പറ്റും. കാരണം ഷീറ്റ് ഇത്രയേ ഉള്ളൂ ആകെ. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് എങ്ങനെ വരയ്ക്കാം എന്നുള്ളതാണ്. അത്ര ലോങ് റേഡിയസ് വരുന്ന സമയത്ത് ഇപ്പൊ ഈ പോയിന്റ് ഇവിടെയാണ്. അപ്പൊ ആ പോയിന്റിൽ നമുക്ക് ഒന്നാമത്തെ മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് ഈ ലൈൻ വരയ്ക്കേണ്ട, ഇവിടെ വരെ വരയ്ക്കേണ്ട, ജസ്റ്റ് ഒരു ആരോ കാണിച്ചിട്ട് അവിടെ നമുക്ക് ഡയമെൻഷൻ ചെയ്ത് വെക്കാം ഈ റേഡിയസ് എത്രയാണ്. ഇനി രണ്ടാമത്തെ ഒരു മെത്തേഡ് എന്ന് വെച്ചാൽ ഇതേപോലെ ആരോ ഹെഡ് വരച്ചതിന് ശേഷം ഇതിന്റെ ഈ സെന്റർ പോയിന്റ് ഇവിടെ വയ്ക്കുക, എന്നിട്ട് ഒരു സിക്സാഗ് പോലെ ഇടുക. അതിന്റെ അർത്ഥം ഇതിന് കുറെ ലെങ്ത് ഉണ്ട്, ഇവിടെ അല്ല ആക്ച്വലി ഇതിന്റെ സെന്റർ പോയിന്റ്, ഇതിന് കുറെ ലെങ്ത് അങ്ങോട്ടുണ്ട് എന്നുള്ളതാണ് ഇങ്ങനെ സിക്സാഗ് പോലെ ഇട്ടാലുള്ള അർത്ഥം. ഓക്കെ, ലീഡർ ലൈനിന്റെ കാര്യം ഞാൻ പറഞ്ഞു. ലീഡർ ലൈന് ഈ ഒരു ആംഗിളിലാണ് എപ്പോഴും ലീഡർ ലൈൻ നമ്മൾ വരയ്ക്കുക. അതായത് 30 മുതൽ 60 ഡിഗ്രി വരെയുള്ള ആംഗിൾ. ഈ ഒരു ഏരിയ കാണുന്നുണ്ടല്ലോ, ഈ ഒരു പിങ്ക് കളറിൽ കാണുന്ന ഈ ഒരു കളർ വ്യത്യാസത്തിൽ കാണുന്ന ഈ ഒരു ഭാഗമില്ലേ, ഇങ്ങനെയുള്ള ഈ ഒരു ആംഗിളിലാണ് എപ്പോഴും ലീഡർ ലൈൻ നമ്മൾ വരയ്ക്കാൻ പാടുള്ളൂ. ഇനി അതിന്റെ ഈ ഭാഗം തന്നെ ഹൊറിസോണ്ടൽ ആയിരിക്കും. ഇവിടെ നിന്നുള്ള ഗ്യാപ്പ് നമ്മൾ പറഞ്ഞിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ 8 mm ആയിരിക്കണം ഗ്യാപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, സാധാരണ ഇതിൽ ഉണ്ടാകുന്ന കോമൺ ആയിട്ട് ഉണ്ടാകുന്ന മിസ്റ്റേക്കുകൾ ആൾക്കാർ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ രീതിയിൽ ഹൊറിസോണ്ടൽ ആയിട്ട് വരയ്ക്കും. ഇത് തെറ്റാണ്. അതുപോലെ തന്നെ പിന്നെ ഈ രീതിയിലും വരച്ചു വയ്ക്കും. അതായത് ഈ ലീഡർ ലൈൻ കഴിഞ്ഞെന്ന് പറഞ്ഞാൽ ഈ ആരോ കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ പുറത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്തതിന് ശേഷമേ നമ്മൾ ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കാൻ പാടുള്ളൂ. ഇനി അടുത്ത് വേറൊരു മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ ആൾക്കാർ ഇതിൽ വെർട്ടിക്കലായിട്ട് വരച്ചു വെച്ചിട്ട് ഇങ്ങനെ വരയ്ക്കും. ഇതും തെറ്റാണ്. എത്ര ഡിഗ്രിയിലേ പാടുള്ളൂ? 30 മുതൽ 60 ഡിഗ്രി വരെ ഉള്ളിലേക്ക് ആ ഇൻക്ലൈൻ ആയിട്ട് ആ ലൈൻ പാടും. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്. ഇവിടെ നോക്കൂ, ഇവിടെ നമുക്ക് ഇതിന്റെ ആരോ ഹെഡ് എവിടെയാണ് ശരിക്കും വേണ്ടത്? ഇവിടെയാണ് വേണ്ടത്. ഇവിടെ ആരോ ഹെഡ് വേണം, തിരിച്ച് ആരോ ഹെഡ് ആണ് വേണ്ടത്. ഓക്കെ, ആരോ ഹെഡ് കൊടുത്തിട്ട് പുറത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ വരയ്ക്കേണ്ടത്. അപ്പൊ ഈ രീതിയിലുള്ള മിസ്റ്റേക്കുകളൊന്നും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒരിക്കലും ഫോളോ ചെയ്യരുത്. ഇനി ഫില്ലറ്റ്സ് ആൻഡ് റൗണ്ട്സ് എന്ന് പറയുന്നത്, ഫില്ലറ്റ്സ് ആൻഡ് റൗണ്ട്സ് എന്ന് പറഞ്ഞാൽ ഈ രീതിയിൽ ചെറിയ കർവുകൾ വരയ്ക്കുന്നതാണ് ഫില്ലറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഫില്ലറ്റ്സ് വരയ്ക്കുന്ന സമയത്ത് ഇവിടെ കുറെ ഫില്ലറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അതായത് ഇവിടെ ഒരു ഫില്ലറ്റ് ഉണ്ട്, ഇവിടെ ഒരു കർവ് ഉണ്ട്, ഇവിടെ ഇതെല്ലാം ഒരേ കർവുകളാണെന്ന് വിചാരിച്ചോ. ഒരേ റേഡിയസിൽ വരുന്ന കർവ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനൊരു നോട്ടായിട്ട് നമുക്ക് കൊടുത്താൽ മതി. എങ്ങനെയാ കൊടുക്കാം? ഇപ്പൊ ഇവിടെ ഈ R12 എന്ന് പറയുന്നത്, ഇവിടെ ഇതിന്റെ എല്ലാത്തിന്റെയും റേഡിയസ് R12 ആണ്. എനിക്ക് ഇവിടെ കാണുന്ന എല്ലാ ഫില്ലറ്റുകളുടെയും എല്ലാ കർവുകളുടെയും റേഡിയസ് R12 ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ? ആൾ ഫില്ലറ്റ്സ് ആൻഡ് റൗണ്ട്സ് ആർ R6.5 എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൊടുക്കാം, അല്ലെങ്കിൽ 12 എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. എന്നിട്ട് അൺലെസ് അതർവൈസ് സ്പെസിഫൈഡ് എന്ന് പറഞ്ഞില്ല, അതിന്റെ അടിയിൽ നോട്ടായിട്ട് പറയുകയാണെങ്കിൽ അൺലെസ് അതർവൈസ് സ്പെസിഫൈഡ്. അതായത് എല്ലാത്തിന്റെയും 6.5 ആണ്. ഈ പറഞ്ഞ ഇതിന്റെ എല്ലാത്തിന്റെയും 6.5 ആണ്. അല്ലാത്തതിന്റെ ഒക്കെ വേറെ സ്പെസിഫൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടാവുന്നത്. അതായത് ഇതിന്റെ മാത്രം, ഇത് നമുക്ക് കുറച്ച് വലിയ കർവാണ്, അപ്പൊ ഈ കർവിന്റെ മാത്രം R12 ആണ്. ബാക്കി എല്ലാത്തിന്റെ കർവിന്റെ എങ്ങനെയാണ്? 6.5 ആണെന്നാണ് ഇതിന്റെ അർത്ഥം. അതായത് എല്ലാ ഫില്ലറ്റ്സും അല്ലെങ്കിൽ റൗണ്ടും 6.5 ആണ് അതിന്റെ റേഡിയസ്. അൺലെസ് അതർവൈസ് സ്പെസിഫൈഡ്. മറ്റുള്ള രീതിയിൽ അത് പറഞ്ഞിട്ടില്ലെങ്കിൽ അതിന്റെ അർത്ഥം മറ്റൊന്നും അതിനെക്കുറിച്ച് ഡയമെൻഷൻ ഒന്നും പറഞ്ഞിട്ടില്ല, അതിന്റെ അർത്ഥം അതെല്ലാം 6.5 എന്നാണ്. അല്ലാത്ത ഭാഗങ്ങളിലെല്ലാം സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് എന്നാണ്. ഈ രീതിയിൽ നമുക്ക് ഡയമെൻഷൻ ചെയ്യാം. അടിയിൽ ഒരു നോട്ട് കൊടുത്തിട്ട് നമുക്ക് ഡയമെൻഷൻ ചെയ്യാം. സിലിണ്ടർ ഡയമെൻഷൻ ചെയ്യുമ്പോൾ എങ്ങനെയൊക്കെ മെഷർമെന്റ് സിലിണ്ടറിന്റെ ഇങ്ങനെയുള്ള സിലിണ്ടർ ഭാഗങ്ങൾ വരുന്ന ഒരു ഒബ്ജക്റ്റിന് സിലിണ്ടർ ഭാഗങ്ങൾ വരികയാണ്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ സെൻട്രൽ ലൈനും ഈ എഡ്ജും തമ്മിലുള്ള ഗ്യാപ്പ് നമുക്ക് കൊടുക്കാൻ പറ്റും. സെൻട്രൽ ലൈനും ഈ എഡ്ജിന്ന് സെൻട്രൽ ലൈനിലേക്ക്, ഈ എഡ്ജിന്ന് സെൻട്രൽ ലൈനിലേക്കുള്ള ഗ്യാപ്പ് നമുക്ക് ഡയമെൻഷൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. അതേപോലെ തന്നെ ഈ എഡ്ജിന്ന് ഈ സെൻട്രൽ ലൈനിലേക്കുള്ള ഗ്യാപ്പും നമുക്ക് ഡയമെൻഷൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ,
ഇനി ഒരു ഇതേപോലത്തെ ഒരു സിലിണ്ടർ ആണെന്ന് വെക്കുക. ഈ സിലിണ്ടർ ആകുമ്പോൾ നമ്മൾ അതിന്റെ ഡയമെൻഷൻ ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യും, ഒരു ഫൈ എന്നുള്ള ചിഹ്നം ഇടും. ഫൈ എന്നുള്ള ചിഹ്നം ഇട്ട് അതിന്റെ അർത്ഥം എന്താ, ഇത് ഒരു റൗണ്ട് ഒബ്ജക്റ്റ് ആണ്, റൗണ്ട് ഒബ്ജക്റ്റ് ആണെന്നുള്ളതാണ്. ഈ ഫൈ, അതായത് ഡയമീറ്റർ എന്നാണ് ഈ കാണിക്കുന്നത്, ഫൈ എന്ന് പറഞ്ഞ ചിഹ്നം. 500 എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്തിന്റെ ഡയമീറ്റർ 100 ആണെന്നാണ്. ഓക്കെ, അപ്പൊ ആർ എന്ന് പറഞ്ഞാൽ അതിന്റെ റേഡിയസ് ആണ് നമ്മൾ പറഞ്ഞു. ഈ ഫൈ എന്ന് കാണിക്കുന്നതിന്റെ ഡയമീറ്റർ ആണ്, ഡയമീറ്റർ. അതായത് നമ്മൾ മലയാളത്തിൽ പറഞ്ഞു തന്ന ഡയമീറ്ററിന് വ്യാസം അല്ലെ, മറ്റത് റേഡിയസിന്റെ മലയാളം എന്താണ്, ആരം, ആരം. ഇനി ഹോളുകളുടെ നമ്മൾ ഈ രീതിയിൽ ഒരു ഹോൾ ഉണ്ട്, ഇതേപോലെ ഒരു ഒബ്ജക്റ്റിൽ 2 ഹോളുകൾ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ ഈ ഹോളുകളുടെ നമ്മുടെ ഡയമെൻഷൻ ഈ പറഞ്ഞ രീതിയിൽ തന്നെ അതിന്റെ സെന്റർ ലൈനിൽ നിന്നും ആ ഒബ്ജക്റ്റിന്റെ എഡ്ജും നമ്മളായിട്ട് നമ്മൾ അതിന്റെ ഡയമെൻഷൻ ചെയ്ത് കാണിക്കാം. ഇതേപോലെ 2 എണ്ണത്തിന് തമ്മിലുള്ള ഗ്യാപ്പ് ഇതേപോലെ നമുക്ക് കാണിക്കാൻ പറ്റും. ഈ 2 എണ്ണത്തിന് തമ്മിലുള്ള ഗ്യാപ്പ്, അതായത് ഈ രീതിയിൽ ഇതിന്ന് എത്ര വിട്ടാണ് ഇതിന്റെ സെന്റർ ലൈൻ എന്നുള്ളത് നമുക്ക് ഡയമെൻഷൻ ചെയ്ത് കാണിക്കാൻ പറ്റും. ഇപ്പൊ ഈ ഒരു ഹോളിന്റെ പ്രത്യേകിച്ച് ഇതിന്റെ ഫുൾ തിക്നെസ്സിൽ ഈ ഹോൾ ഉണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഇതിന്റെ ഡയമീറ്റർ 5 എഴുതിയിട്ട് നമ്മുടെ XX എന്ന് ഉദ്ദേശിക്കുന്നത് അതിന്റെ എത്രയാണോ ഡയമീറ്റർ എന്നുള്ള എഴുതി കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം അതിന്റെ ഫുൾ ത്രൂ ഔട്ട് ഹോൾ ആണെന്നാണ്. ഒന്ന് ആ രീതിയിൽ എഴുതാം. ഇനി അല്ലെങ്കിൽ രണ്ടാമത്തെ ഒരു മെത്തേഡ് ഇതേപോലെ 5 എഴുതി അതിന്റെ ആ ഡയമീറ്റർ എത്രയാണെന്ന് എഴുതി, ഡയമീറ്റർ എഴുതിയതിനു ശേഷം ത്രൂ എന്ന് എഴുതി വെച്ചാൽ അതിന്റെ അർത്ഥം ആ ത്രൂ ആയിട്ട്, അതായത് ഫുൾ ലെങ്ത്തിൽ അതിന് ഹോൾ ഉണ്ട് എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ നമുക്ക് എങ്ങനെ എഴുതാം, ഈ പറഞ്ഞ രീതിയിൽ ഇതേ രീതിയിൽ തന്നെ അതിന്റെ ഈ ഡയമീറ്റർ എഴുതാതെ, ഡയമീറ്റർ 5 ഇടാതെ ഡയമീറ്റർ മാത്രം എഴുതി വെച്ചിട്ട് ഡ്രിൽ എന്ന് എഴുതി വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ, അതും ഈ ത്രൂ ആയിട്ട് ഒരു ഹോൾ ആണെന്നാണ് അതിന്റെ അർത്ഥം, ഈ രീതിയിൽ. ഇനി അതൊന്നുമല്ല, ഈ ഡയമീറ്റർ ഡ്രിൽ ത്രൂ എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ നോട്ട് ചെയ്യാം. അതായത് ഇതാണ് ഒബ്ജക്റ്റ്, ഈ ഒബ്ജക്റ്റിന്റെ ഫുൾ ലെങ്ത്തിൽ ഈ ഹോൾ ഉണ്ടെന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി സ്മോൾ ഹോള് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ബ്ലൈൻഡ് ഹോൾ എന്ന് പറഞ്ഞാൽ അതായത് ഇതൊരു ഒബ്ജക്റ്റ് ആണ്, ഈ ഒബ്ജക്റ്റിന്റെ ഫുൾ ലെങ്ത്തിൽ ഹോൾ ഇല്ല, എവിടെ ഒരു പകുതി വരെയൊക്കെ ഈ ഹോൾ ഉള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ബ്ലൈൻഡ് ഹോൾ ഇപ്പൊ ഡ്രിൽ ചെയ്തിട്ടുള്ള ഈ ഒരു പോയിന്റ് ആണ് നമ്മളിവിടെ കാണിക്കുന്നത്. അപ്പോൾ ഹോളിന്റെ ഡെപ്ത് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതായത് ഇവിടെ തൊട്ട് ഇവിടം വരെയാണ് ഇതിന്റെ ഡെപ്ത് എന്നുണ്ട്, ഹോളിന്റെ ഡെപ്ത് എത്ര ആഴം ഉണ്ടെന്നുള്ളത്. അപ്പൊ അത് നമ്മൾ എങ്ങനെ കാണിക്കുക, ഇത് 5 ഇതിന്റെ അതായത് ഡയമീറ്റർ ഇത്രയാണെന്ന് കാണിച്ചു, അതായിട്ട് എത്രയാണ് അതിന്റെ ഡെപ്ത് എന്നതിൽ ആ അളവ് YY എന്ന് പറയുന്നത് അതിന്റെ ഡെപ്തിന്റെ അളവാണ് YY എന്ന് പറയുന്നത്. ഈ YY എത്ര ഡീപ്പ് എന്ന് പറഞ്ഞ് എഴുതി വയ്ക്കുക. അപ്പൊ നമുക്ക് അറിയാൻ പറ്റും ഈ ഹോള് ഇത്ര ഡയമീറ്റർ ഉള്ള ഹോള് ഇത്ര ഡീപ്പിൽ ഉണ്ട് എന്നുള്ളത്. ഓക്കെ, ആ രീതിയിൽ ഇതിനെ ഡയമെൻഷൻ ചെയ്യാൻ പറ്റും. ഇനി ലാർജ് സൈസിലുള്ള ഹോളുകളാണെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാം, ഇതിന്റെ പുറത്തുനിന്ന് 2 ലൈനുകൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് നമുക്ക് അതിന്റെ 5 ഇത്രയാണ് ഡയമീറ്റർ എന്നുള്ളത് എഴുതി വയ്ക്കുക. XX എന്നുള്ളത് അതിന്റെ നമ്പർ എത്രയാണ് അളവ് എന്നുള്ളതാണ് XX എന്നുകൊണ്ട് ഞാനിവിടെ ഉദ്ദേശിച്ചത്. അപ്പോൾ 5 ഇത്രയാണെന്നുള്ള നമുക്ക് എഴുതി വയ്ക്കും. ഒരു മെത്തേഡ് അത്. രണ്ടാമത്തെ മെത്തേഡ് എന്ന് വെച്ചാൽ നമുക്കിങ്ങനെ ക്രോസ് ആയിട്ട് ഒരു ഡയമീറ്റർ ഇതേപോലെ രീതിയിൽ നമുക്ക് എഴുതി വയ്ക്കാം. അതായത് ക്രോസ് ആയിട്ടൊരു ഡയമെൻഷൻ ലൈൻ ഇതിന്റെ ഉള്ളിൽ വരച്ചിട്ട് നമുക്ക് പുറത്തേക്ക് ലീഡർ ലൈൻ വെച്ചിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റും. പിന്നെ പുറത്തുനിന്ന് മാത്രം ഒരു ലീഡർ ലൈൻ വരച്ചിട്ട് നമുക്ക് അതിന്റെ നോട്ട് പോലെ നമുക്ക് എഴുതി വെക്കാൻ പറ്റും. അപ്പൊ ഇങ്ങനെ 3 രീതിയിൽ നമുക്കൊരു ഇതിന്റെ എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഹോളിന്റെ ലാർജ് സൈസ് ഹോളുകളുടെ ഡയമെൻഷൻ നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് സാധാരണയായിട്ട് കോമൺ ആയിട്ട് വരുന്ന മിസ്റ്റേക്ക്, അതായത് ഹോളുകളൊക്കെ ചെയ്യുന്ന സമയത്ത് കോമൺ ആയിട്ട് വരുന്ന മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ ഇതേപോലെ എഴുതി വെച്ചിട്ട് ഇതേപോലെ ഡയമീറ്റർ, അതായത് ഈ സെന്റർ പോയിന്റ് ഇവിടേക്ക് ആർക്ക് ഇട്ട് ആരോ ഹെഡ് ഇട്ട് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ നമുക്ക് 5XX എന്ന് എഴുതും. 5 ഇട്ടിട്ട് ആ അളവ് എഴുതും. അപ്പൊ ആ 5 ഇടുമ്പോൾ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, ഈ ആർക്ക് വരയ്ക്കണ പോലെ അല്ല. നമ്മൾ ആർക്ക് വരച്ചപ്പോഴാണ് ഇതേപോലെ സെന്റർ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടൊരു ആരോ ഹെഡ് ഇട്ട് വെച്ചത്. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഇത് ഇവിടെ മാത്രം ആരോ ഹെഡ് ഇട്ട് കൊടുത്താൽ മതി, ഈ ഉള്ളിൽ ഇങ്ങോട്ട് വരയ്ക്കണ്ട. അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ഇവിടുന്ന് ത്രൂ ഔട്ട് ഇങ്ങോട്ടൊരു ആരോ ഹെഡ് ഇടണം, ഇവിടെ 2 സൈഡിലേക്കും കൂടി വരണം ഈ 5 ഇടുന്ന സമയത്ത്. ഓക്കെ, അതുപോലെ ഇവിടെ നമ്മൾ ഇതേ രീതിയിൽ തന്നെ ഇട്ടിട്ട് R ഇട്ടിട്ട് നമ്മൾ അതിന്റെ ഇത് എഴുതി വെക്കുന്നു. ഇത് കോമൺ ആയിട്ട് വരുന്ന ഒരു മിസ്റ്റേക്കാണ്. അതുപോലെ ഇതിന്റെ ചെരിവ്, ഈ വരുന്ന ചെരിവ് എത്ര വരുന്നു, 30 മുതൽ 60 ഡിഗ്രി വരണം എന്നാണ് ഞാൻ പറഞ്ഞത്, ലീഡർ ലൈനിന്റെ ചെരിവ്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഈ സെന്റർ പോയിന്റിലേക്ക് ആരോ ഹെഡ് ഇട്ട് വെച്ചിട്ട് എഴുതി വെക്കുന്നത് തെറ്റാണ്. അതുപോലെ ഈ രീതിയിൽ ഇവിടെ ഇങ്ങനെ ഇവിടെ നമ്മൾ ക്രോസ് ആയിട്ട് നമ്മൾ ഡയമെൻഷൻ ലൈൻ ചെയ്തു, പക്ഷെ ഇവിടുന്ന് എന്ത് ചെയ്തില്ല, പുറത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്തില്ല. ലീഡർ ലൈൻ എന്ന് പറയുമ്പോൾ എപ്പോഴും എന്ത് ചെയ്യും, പുറത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഇവിടുന്ന് ഒരു 8 mm ഹൈറ്റ് വേണം അല്ലേ.
നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അതുപോലെ ഈ സെൻട്രൽ ലൈനിൽ കൂടെ നമ്മൾ ആരോ ഹെഡ് ഇട്ട് വെച്ചാൽ അവിടെ എഴുതി വയ്ക്കുക. അതും തെറ്റായ പ്രവണതയാണ്. സെൻട്രൽ ലൈനിൽ കൂടെ അല്ലെങ്കിൽ വെർട്ടിക്കലായിട്ട് ഈ ലൈനിൽ കൂടെയോ നമ്മൾ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യില്ല, ഡയമെൻഷൻ ചെയ്യില്ല. സെൻട്രൽ ലൈനിൽ കൂടെ ഒരു കാരണവശാലും നമ്മൾ ഡയമെൻഷൻ ചെയ്യില്ല. അപ്പൊ ഇവിടെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇതിന്റെ എവിടെ നിന്ന് പുറത്തുനിന്നുള്ള ദൂരമാണ് എഴുതി വെച്ചിരിക്കുന്നത്. നമ്മൾ പറഞ്ഞു പുറത്തുനിന്നുള്ള ദൂരം അല്ല നമ്മൾ ചെയ്ത് എപ്പോഴും എന്ത് ചെയ്യുള്ളൂ, ഇതിന്റെ സെൻട്രൽ ലൈനിലേക്കുള്ള ഡിസ്റ്റൻസ് നമ്മൾ എഴുതി വെക്കുള്ളൂ. അതായത് ഈ വൃത്തത്തിന്റെ പുറത്തേക്ക് ഏറ്റവും ഔട്ടർ എഡ്ജിലേക്ക് എത്ര ദൂരം ഉണ്ടെന്നാണ് ഇവിടെ ഡയമെൻഷൻ ചെയ്യുന്നത്. അങ്ങനെ ഒരു കാരണവശാലും നമ്മൾ ഡയമെൻഷൻ ചെയ്യില്ല. സെൻട്രലിലേക്കുള്ള ദൂരം നമ്മൾ ഡയമെൻഷൻ ചെയ്യും. അപ്പൊ ഇത്രയൊക്കെയാണ് കോമൺ ആയിട്ട് വരുത്തുന്ന മിസ്റ്റേക്കുകൾ. അപ്പൊ എല്ലാവർക്കും ഈ ക്ലാസ് നന്നായിട്ട് മനസ്സിലായിട്ട് വിചാരിക്കുന്നു. സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വിളിക്കുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും നമുക്ക് കാണാം. അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു.